الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഖുർആൻ അതിന്റെ നാലാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. وقال الذين كفروا അവിശ്വസിച്ചൊരു കൂട്ടർ അവർ പറയുകയാണ് ഇൻ ഹാദാ ഇദല്ല എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന്റെ വചനങ്ങളല്ല ഇല്ലാ ഇഫ്കുൻ കളവല്ലാതെയല്ല വെറും കളവാണത്. ഇഫ്തറാഹു അതിനെ അദ്ദേഹം കെട്ടിയുണ്ടാക്കിയിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ച ചില കളവുകളല്ലാതെയല്ല. വഅആനഹു അലൈഹി അതിനെ അദ്ദേഹത്തെ സഹായിക്കുന്നു ഖൗമുൻ ആഖറൂൻ വേറെ ഒരു ജനത അദ്ദേഹത്തിന് ആ കെട്ടിയുണ്ടാക്കുന്നതിന് അദ്ദേഹത്തെ സഹായിക്കുന്നുമുണ്ട് എന്നാണ് ഈ മക്കത്തെ അവിശ്വാസികളായ മുശ്രിക്കുകൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വേദഗ്രന്ഥത്തിൽ വിജ്ഞാനമുള്ള യഹൂദ ക്രൈസ്തവരിൽപ്പെട്ട ചില ആ വേദക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ അവർ പൂർവ്വവേദങ്ങളിലുള്ള കാര്യങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്തു കൊടുക്കുകയും അങ്ങനെ അത് ഉൾക്കൊണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഖുർആൻ രചിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവർ പറയുന്നത് വഅഅനഹു അലൈഹി അതിന്റെ മേൽ അദ്ദേഹത്തെ സഹായിക്കുന്നു എന്ന് അവർ പറയുന്നതാണ്. ഖൗമുൻ ആഖറൂൻ വേറെ ചില ജനത സഹായിച്ചിട്ടുമുണ്ടെന്നാണ് അവർ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുവ്യക്തമായ ഇതിന് മറുപടി പറയുകയാണ്. ഫഖദ് ജാഊ അപ്പോൾ എന്നാൽ അവർ വന്നിരിക്കുന്നു ളുൽമൻ അക്രമമായി വസൂറൻ വ്യാജവുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ശുദ്ധമായ വ്യാജമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ കടുത്ത അക്രമമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പൂർവ്വവേദങ്ങളുടെ കോപ്പിയല്ല ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് കൃത്യമായ അല്ലാഹുവിങ്കൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം വഹിയായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായ ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പരലോകത്തു നിന്നും കൃത്യമായി അവതരിപ്പിച്ച വചനങ്ങളാകുന്നു ആ വിശുദ്ധ ഖുർആൻ. എന്നാൽ നോക്കൂ, അതുപോലോത്തത് ഒരിക്കലും കെട്ടിയുണ്ടാക്കാനോ അല്ലെങ്കിൽ അതുപോലോത്തത് നിർമ്മിക്കാനോ ഈ മക്ക മുശ്രിക്കുകളോട് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ച പ്രകാരം വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതുപോലോത്തത് ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലതൊക്കെയും കെട്ടിയുണ്ടാക്കിയെന്ന് വാദിക്കുന്നത്. അതുതന്നെ വൈരുദ്ധ്യമല്ലേ? അങ്ങനെയാണെങ്കിൽ അവർക്കും കെട്ടിയുണ്ടാക്കിക്കൂടെ? ഒരിക്കലും അവർ അതിന് തുനിഞ്ഞിട്ടില്ല. അവർ പരാജയം സമ്മതിച്ച് പിൻവാങ്ങിയാണ് ഉണ്ടാകാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.